വിജ്ഞാനവർദ്ധിനി സഭ ശ്രീ ഗൗരീശ്വര ക്ഷേത്ര മഹോത്സവം പ്രമാണിച്ച് ശ്രീനാരായണ ഗുരുധർമ്മ പഠന മീമാംസ പരിഷത്ത്, ഗൗരീശ്വര ക്ഷേത്ര വനിതാ സമാജവും GDPS എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു. രാവിലെ 8-ന് സഭാ പ്രസിഡന്റ് വികാസ് മാളിയേക്കൽ പതാക ഉയർത്തി. ഗിരിജാരാജന്റെ ഈശ്വരപ്രാർത്ഥനയെ തുടർന്ന് PG ഷൈൻ VB സഭാ സെക്രട്ടറി സ്വാഗതം പറഞ്ഞു. ശിവഗിരി മഠം ഗുരുധർമ്മ പ്രചരണ സഭാ സെക്രട്ടറി ബ്രഹ്മശ്രീ അസംഗാനന്ദഗിരി ഉദ്ഘാടന അനുഗ്രഹ പ്രഭാഷണം നടത്തി. NK ബൈജു GDPS ജില്ലാ പ്രസിഡന്റ്, KB ഗോപാലകൃഷ്ണൻ SNDP യോഗം ഡയറക്ടർ ബോർഡ് അംഗം, TS മധു GDPS മണ്ഡലം സെക്രട്ടറി, BK ദിനരാജൻ ദേവസ്വം മാനേജർ VB സഭ, KR വിനീഷ് ആശാൻ സ്മാരക വായനശാല പ്രസിഡന്റ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. മഹോത്സവത്തിൻ്റെ എല്ലാ വർഷവും ഇവിടെ നടക്കുന്ന മഹോത്സവത്തിൻ്റെ ഭാഗമായി നമ്മളിവിടെ ശ്രീനാരായണ ഗുരുധർമ്മ പഠന പരിഷത്ത് നടത്താറുണ്ട്. അതിൻ്റെ മുന്നോടിയായാണ് ഇവിടെ ഈ യോഗം നടന്നിരിക്കുന്നത്. ഇതുപോലുള്ള വേദികളിലൂടെ നമുക്ക് ലഭിക്കുന്ന ഗുരുദേവ ദർശനങ്ങളുടെ അറിവുകളും അതുപോലുള്ള ആ ദർശനങ്ങളുമൊക്കെ നമ്മൾ കേട്ടുകൊണ്ട് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ അതിൻ്റെ ഒരു ഭാഗം നടപ്പാക്കാൻ നമ്മൾ ശ്രമിച്ച് സമൂഹത്തിൽ നമ്മളങ്ങനെ ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് നമ്മളുടെ ഓരോരുത്തരുടെയും പങ്ക് അതിൽ ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടും ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഗുരുദേവൻ നമുക്ക് നൽകിയ പാതയിലൂടെയും ഗുരുദേവ ദർശനവും എല്ലാവരും മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്ത ഉദ്ഘാടനം MSc അസംഗാനന്ദഗിരി അവരുടെ ക്ഷണിച്ചു. സവിനയനിധി സംസാരവാരാധിഗമ്യൻ ധീരൻ ശ്രീനാരായണ പരബ്രഹ്മമാനന്ദദേ ജയനാരായണ പ്രിയ ശിവഗിരീശ്വരി ശാരദേ ചതുരാസ്യാക്ഷ ശരചന്ദ്രഹരേജിയേ എപ്പോഴും ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവർക്ക് തക്കനങ്ങള പ്രതിഷ്ഠാപകമായ ചായി വിജ്ഞാനവർദ്ധിനി സഭ ഗൗരീശ്വര ക്ഷേത്ര മഹോത്സവത്തോടനുബന്ധിച്ച് ഗുരുധർമ്മ പ്രചരണ സഭയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഗുരുധർമ്മ പഠന മീമാംസ പരിഷത്തിൻ്റെ മഹനീയമായ ഈ വേദിയിൽ ക്ഷേത്ര യോഗത്തിൻ്റെ
പ്രസിഡന്റ് കൂടിയായ അധ്യക്ഷൻ ശ്രീ വികാസ് മാളിയേക്ക് അവരുടെ സ്വാഗതം ആശംസിച്ച ക്ഷേത്ര സെക്രട്ടറി ശ്രീ പി ജി ഷൈൻ അവരുടെ ഗുരുധർമ്മ സഭയുടെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് ശ്രീ എം കെ വേജു അവർ SNDP യോഗം ഡയറക്ടർ ബോർഡ് അംഗം ശ്രീ കെ പി ഗോപാലകൃഷ്ണൻ അവർ ഗുരുധർമ്മ പഠന സഭയുടെ യുവജന വിഭാഗത്തിൻ്റെ പ്രവർത്തനായ ശ്രീ അഭയ് അവർ സഭയുടെ സറായി മണ്ഡലം സെക്രട്ടറി ശ്രീ എസ് വൈജു ഗൗരവ ശ്രീ വി കെ ദിനരാജൻ ശ്രീ കെ ദിനേശ് അവർ പ്രസിദ്ധിക്കുകയും ആശംസമാരുടെ ശാഖാപ്രതിനിധി സുധദ്ര എന്ന ശ്രീമതി ഗിരിജാരാജൻ അവരുടെ ഇവിടെ എത്തിച്ചേർന്ന് ഈ സദസ്സിനെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന ആത്മസഹോദരരായ എല്ലാ ഗുരുഭക്തർക്കും പ്രിയങ്കരായ അമ്മമാർക്കും ഗുരുനാമത്തിൽ പ്രണാമം അർപ്പിക്കുന്നു. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ജാതി ഭേദവും മതദ്വേഷവും ഇല്ലാത്ത ഒരു മാതൃകാ സ്ഥാനത്തെ സംസ്ഥാപനം ചെയ്യുന്നത് ഒരു ക്ഷേത്ര പ്രതിഷ്ഠയിലൂടെയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, 1888 ശിവരാത്രി നാളിൽ അരുവിപ്പുറത്തെ നെയ്യാറ്റിൽ നിന്നും മുങ്ങിയെടുത്ത ഒരു ശിലാഖണ്ഡം കൊണ്ട് മറ്റൊരുക്കങ്ങളോ ആഡംബരങ്ങളോ ആർഭാടങ്ങളോ ഒന്നുമില്ലാതെ ഏറ്റവും ലളിതമായി നദിയിൽ നിന്ന് മുങ്ങിയെടുത്ത ഒരു ശില കൊണ്ട് മഹത്തായ ലോകത്തിന്നേ വരെ ആരും ചെയ്യാത്ത ഒരു വിപ്ലവത്തിന് മാറ്റത്തിൽ ഒരു തുടക്കം കുറിച്ചു. അതുവരെ ഈശ്വര ആരാധനയിൽ നിന്നും അകറ്റി നിർത്തിയിരുന്ന ഒരു വലിയ വിഭാഗം ജനതയ്ക്ക് ദൈവത്തെ കൊടുത്തു, ദൈവത്തെ തുറന്നു കാണിച്ചു. അത്തരത്തിൽ ദൈവത്തെയും മനുഷ്യരെയും തമ്മിൽ ഒന്നിപ്പിക്കുകയും മനുഷ്യരെയും തമ്മിൽ ഒന്നിപ്പിക്കുകയും ലോകത്തുള്ള മാനവരാശിയെ ആകമാനം താൻ അനുഭവിക്കുന്ന അദ്വൈത ദർശനത്തിൻ്റെ തന്താവിലൂടെ ഒരു ഏകത്വ ദൃഷ്ടിയിലൂടെ നോക്കിക്കാണുവാനും ആ ഏകത്വ ദൃഷ്ടി, ആ ഏകത്വ ബോധം നമ്മളെല്ലാവരും ഒന്നാണ് എന്നുള്ള ആ അദ്വൈത മന്ത്രം സ്വന്തം പ്രവൃത്തിയിലൂടെയും തുറന്നു കാണിക്കുകയും ഈ സമൂഹത്തെ ആകമാനം വിശാലമായ ഒരു ഏകലോക ദർശനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. നാം ഇന്ന് ആ ഏകലോക ദർശനത്തിൻ്റെ പന്താവിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവ്വരും സോദരത്വേന വാഴുന്ന ഒരു മാതൃകാസ്ഥാനം. ആ മാതൃകാസ്ഥാനമാണ് നമ്മുടെ എല്ലാം ലക്ഷ്യം. ചെറായി വിജ്ഞാനി വർദ്ധനി സഭയുടെ കീഴിലുള്ള ഗൗരീശ്വരം ക്ഷേത്രത്തിൻ്റെയും ഗുരു പ്രതിഷ്ഠിച്ച അനേകം ക്ഷേത്രങ്ങളുടെയും ഒക്കെ ലക്ഷ്യം എന്താണ് SNDP യോഗം പ്രതിദാനം ചെയ്യുന്ന മഹത്തായ ലക്ഷ്യം എന്താണ്? ഗുരുധർമ്മ പ്രചരണ സഭ പ്രതിദാനം ചെയ്യുന്ന മഹത്തായ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ലക്ഷ്യമല്ലാതെ നമുക്ക് മറ്റൊന്നുമില്ല. ജാതിഭേദ മതദ്വേഷമില്ലാത്ത ഒരു മാതൃകാസ്ഥാനമായി ഈ ലോകത്തെ മാറ്റിയെടുക്കുക. ലോകത്തെ മാറ്റിയെടുക്കുന്നതിന് മുമ്പ്
സ്വയം മാറേണ്ടുന്ന ഒന്നുണ്ട്. നമ്മുടെ എല്ലാം ഹൃദയങ്ങൾ ആദ്യമേ തന്നെ എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു മാതൃകാ സ്ഥാനമാക്കി മാറ്റുവാൻ സാധിക്കണം. അങ്ങനെ നമ്മുടെ ഹൃദയങ്ങളെ എങ്ങനെ മാറ്റിയെടുക്കാം? ഹൃദയം അത്തരത്തിൽ മാതൃകാസ്ഥാനമല്ലാതെ തനിക്ക് വേണ്ടപ്പെട്ടവരെയും തനിക്ക് പ്രിയമുള്ളവരെയും തനിക്ക് ഇഷ്ടമില്ലാത്തവരോടുള്ള ദേഷ്യവും ഒക്കെ വെച്ച് പുലർത്തി മാതൃകാസ്ഥാനം അല്ലാതിരിക്കുന്ന ഹൃദയങ്ങൾ പെരുകുമ്പോഴാണ് സമൂഹത്തിൽ അസ്വസ്ഥതയും അസ്വാരസ്യങ്ങളും അക്രമങ്ങളും വിഭാഗീയതകളും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പം അത്തരത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നതിനുള്ള പരിശ്രമമാണ് ഇത്തരത്തിലുള്ള വിജ്ഞാനദായകമായ സദസ്സുകൾ. ഹൃദയത്തിന് മാറ്റം ഉണ്ടാകണമെങ്കിൽ ഹൃദയത്തിലേക്ക് അറിവ് ഉണ്ടാകണം. ഗുരുവിൻ്റെ കാലത്ത് തന്നെ ജനങ്ങൾ കുളിക്കുന്നതിന് വൈമുഖ്യം കാണിച്ചിരുന്നു. കാരണം നമ്മൾ രാവിലെ മുതൽ ജോലി ചെയ്യുന്നു, പല സംഭാഷണങ്ങളും വൈകല്യങ്ങളിൽ വായിച്ചു നോക്കിയാൽ നമുക്കറിയാം. നിത്യവും കുളിക്കേണ്ടതിനെ പറ്റി ജനങ്ങളോട് ഒരു പലതവണ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. എന്തിനാണ് കുളിക്കുന്നത്? കുളി കഴിഞ്ഞാൽ ഞങ്ങൾ ഈ പാടത്തേക്ക് പോയി ഈ ചെടികളുടെ ജോലിയല്ലേ ചെയ്യുന്നത്, അല്ലെങ്കിൽ നെയ്ത്തുശാലകളിൽ പോയി ഞങ്ങൾ അധ്വാനിക്കുന്നു, വീണ്ടും വിയർത്തഴുക്കാകില്ല സ്വാമി, പിന്നെ കുളിച്ചുകൊണ്ട് എന്താണ് പ്രയോജനം എന്നൊക്കെ അന്നത്തെ സമൂഹം ഗുരുവിനോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഗുരു വീണ്ടും വീണ്ടും നിങ്ങൾ കുളിക്കണം, ശുദ്ധരായി കുളിക്കാത്തവരെ കൂട്ടത്തിൽ ചേർക്കരുത് എന്ന് പറഞ്ഞ് സമൂഹത്തെ ശുദ്ധീകരിക്കുന്നത് നമുക്ക് കാണാം. അത്തരത്തിലുള്ള ഒരറിവ് മനുഷ്യനെ ശുദ്ധീകരിച്ചു മൃഗതുല്യരായി അകറ്റപ്പെട്ട നിർത്തിയിരുന്ന ഒരു സമൂഹത്തെ ക്രമേണ മനുഷ്യരാക്കി. അത്തരത്തിലുള്ള അറിവ് അവൻ്റെ ഹൃദയത്തെ പരിവർത്തനപ്പെടുത്തി. ആ ഹൃദയ പരിവർത്തനത്തിലൂടെ അവൻ ധർമ്മത്തെ, ശുചിത്വത്തെ, സത്യത്തെ ഒക്കെ ഏറ്റെടുക്കാൻ പറ്റുന്ന തരത്തിൽ കർമ്മപദത്തിലേക്ക് അവൻ്റെ മനസ്സ് ക്രമേണ പരിവർത്തനപ്പെട്ടു. അത്തരം ഒരു പരിവർത്തനമാണ് അറിവ് കൊണ്ട് ഗുരു ഈ സമൂഹത്തിൽ വരുത്തി വെച്ചത്. നമുക്കറിയാം, ധാരാളം ക്ഷേത്ര പ്രതിഷ്ഠകൾ ഗുരുദേവൻ നിർവഹിച്ചിട്ടുണ്ട്. നമ്മുടെ അടുത്താണ് കുമ്പളങ്ങി അർദ്ധനാരീശ്വര ക്ഷേത്രം. അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയ്ക്ക് എഴുന്നള്ളി വരുമ്പോൾ ധാരാളം ആളുകൾ ഗുരുവിനെ കാണുന്നതിന് വേണ്ടി വരിവരിയായി നിൽക്കുന്നു. ഒട്ടേറെ പ്രശ്നങ്ങൾ, എല്ലാവർക്കും പ്രശ്നങ്ങളാണ്. കുടുംബ പ്രശ്നങ്ങളുണ്ട്, മറ്റ് സാമൂഹിക വിഷയങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, ബാധ ഉപദ്രവങ്ങളുണ്ട്. അതിലേറിയ പങ്കും ആളുകൾ നിൽക്കുന്നത് രോഗശാന്തി. അതിനേക്കാൾ കൂടുതൽ ബാധ ഉപദ്രവങ്ങൾ, കുട്ടിച്ചാത്തൻ്റെ ഉപദ്രവം. പലർക്കും എന്താണ്, മനസ്സിൽ ബാധ കൂടിയിട്ടെന്താണ് ഉറഞ്ഞു തുള്ളുന്നവരുണ്ട്. ഗുരു കുറേ പേർക്കെല്ലാം ഭസ്മമിട്ട് കൊടുത്തും തീർത്തും തെളിച്ചും ഒക്കെ ബാധ ഉപദ്രവങ്ങളെ ഒക്കെ ശാന്തമാക്കി. ഇന്നത്തെ കാലത്ത് അത്രയും ബാധ ഉപദ്രവങ്ങളുണ്ടോ? അത് നമ്മുടെ ദേഹത്തൊക്കെ ബാധ കൂടി തുള്ളുക എന്നുണ്ടോ? കുറഞ്ഞു. സിനിമയിലാണ് എന്താണ് നാഗവല്ലി കയറുന്നുള്ളൂ ദേഹത്ത്. അതുപോലെ ബാധ ഒരാളുടെ ശരീരത്ത് പരകായ പ്രവേശനം പോലെ എന്താണ് ചുറ്റും അധിവസിക്കുന്ന മരിച്ച ആത്മാക്കൾ, ബാധകൾ, ഭൂതങ്ങളൊക്കെ എന്താണ് ഓരോരുത്തരുടെ ശരീരത്തിൽ പ്രവേശിച്ചവർ ചലനങ്ങൾ സൃഷ്ടിക്കും. അത്തരത്തിൽ ബാധ ഉപദ്രവം ഉള്ള ആളുകളുടെ നീണ്ട ക്യൂ ആയിരുന്നു അന്ന് ഗുരുവിനെ കാണാനുള്ളത്. കുറേ നേരം ഗുരു എന്താണ് തീർത്തും നിറച്ചു, ഭസ്മം ഇട്ടു കൊടുത്തു, ഉപദ്രവങ്ങളൊക്കെ കുറേ മാറ്റി. വൈകുന്നേരമായപ്പോൾ നോക്കിയപ്പോഴെന്താണ് അനേകം ആളുകൾ വീണ്ടും നിൽക്കുന്നത് ബാധ ഉപദ്രവം കൊണ്ട്. ഗുരു ചോദിച്ചു, എന്താണ് ഇത് തീരുന്നില്ലല്ലോ, ഇത്രയൊക്കെ എന്താണ് തീർത്തും നിറച്ചിട്ട് മാറ്റിയിട്ടും പെരുകി വരുന്നതല്ലാതെ കുറയുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു, എന്താണ് ഇവിടെ നല്ല വെള്ളം കിട്ടാനില്ലേ എന്ന് ചോദിച്ചു. ശുദ്ധജലം കിട്ടാനില്ലേ? എന്താണ് ആളുകൾ നല്ല വെള്ളത്തിൽ തലതണക്കെ കുളിച്ചില്ലെങ്കിൽ എന്താണ് തല ചൂടാകും അല്ലേ, പ്രശ്നങ്ങളുണ്ടാകും, മെൻ്റലി ഡിപ്രസ്ഡാകും. പറഞ്ഞു, നല്ല വെള്ളം കിട്ടാനില്ലേ? വെള്ളം നല്ലതല്ല, കായലിൽ നിന്നുള്ള ഉപ്പും ഒക്കെ നിറഞ്ഞ വെള്ളമാണ്, നല്ല വെള്ളമാണ്. പിന്നീട് ഗുരു ചോദിച്ചു, ഇവിടെ എന്താണ് വിദ്യാലയങ്ങളില്ലേ എന്ന് ചോദിച്ചു, സ്കൂളുകളില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ദ്വീപിൽ ഒരു സ്കൂൾ പോലും ഇല്ല. എന്താണ് ആളുകൾക്ക് അക്ഷരാഭ്യാസമില്ല, അറിവില്ല. അതുകൊണ്ട് അവർക്ക് എന്തായിരിക്കുന്നു, ധാരാളം
വിദ്യാലയം തുറന്നു. അതിനുവേണ്ടിയുള്ള തറക്കല്ലിട്ടു, പ്രാരംഭ പ്രവർത്തനങ്ങൾ ചെയ്തു. ഏതാനും മാസങ്ങൾക്കകം അവിടെ ഒരു പാഠശാല നിലവിൽ വന്നു. കുട്ടികളൊക്കെ എന്താണ് പോയി പാഠശാലയിൽ പോയി പഠിക്കാൻ തുടങ്ങി, സ്കൂളിൽ ചേർന്ന് പഠിക്കാൻ തുടങ്ങി. അതോടുകൂടി എന്തായി, ആ നാട്ടിലെ വാദോപദ്രവം ഇല്ലാതെ. കാരണം എന്താണ്, അറിവ് വന്നപ്പോൾ, പ്രകാശം വന്നപ്പോൾ, സ്കൂളിൽ പോയപ്പോൾ, വിദ്യാഭ്യാസം നേടിയപ്പോൾ നമ്മുടെ മനസ്സിലെന്താണ്, കാലാകാലങ്ങളായി രൂഢമൂലമായി കിടന്നിരുന്ന അന്ധവിശ്വാസങ്ങളിൽ നിന്നും ഒരു ജനത മോചിച്ച് അറിവിലേക്ക്, ആ അറിവിലൂടെ പരമമായ സത്യത്തിലേക്ക്, സാത്വികമായ വാസനയിലേക്ക് മനുഷ്യൻ്റെ മനസ്സുകൾ മാറി തുടങ്ങി. അത്തരത്തിലുള്ള ഒരു പരിവർത്തനം സൃഷ്ടിക്കുവാൻ മറ്റെല്ലാ ഉപാധികൾക്കും മേലെയായി അറിവിന് സാധിക്കും എന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ നമ്മെ പഠിപ്പിച്ചത്. ഇവിടെ തന്നെ ചെറായി ഗൗരീശ്വര ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയ്ക്ക് ഭഗവാൻ എഴുന്നള്ളിയപ്പോൾ അഭിഷേകം നിർവഹിച്ചു അല്ലേ? എന്തുകൊണ്ടാണ് ആദ്യത്തെ അഭിഷേകം നടത്തിയത്? ഞങ്ങളൊന്ന് അഭിഷേകത്തെ സൂചിപ്പിക്കേണ്ടായി. തേൻ കൊണ്ടുവന്നവരാരെങ്കിലും കൊണ്ടുപോകുമെന്ന് ചോദിച്ചു അല്ലേ? ധാരാളം ആളുകൾ അഭിഷേകത്തിന് വേണ്ടി കൊണ്ടുവന്നു. ഇളനീർ കൊണ്ടുവന്നവരുണ്ട്, കരിക്ക് കൊണ്ടുവന്നവരുണ്ട്, പാല് കൊണ്ടുവന്നു. പക്ഷെ ഗുരു ആദ്യം പരിഗണിച്ചത് എന്താണ്? തേൻ കൊണ്ടുവന്നവർ ആരെങ്കിലും കൊണ്ടുവന്ന് ചോദിച്ചു. എന്താണ്? ധാരാളം ഈച്ചകൾ പല പല പൂവുകളിൽ നിന്നായി അല്ലേ, പല പല വൃക്ഷങ്ങളിൽ നിന്നായി, പൂവുകളിൽ നിന്നായി ശേഖരിച്ച്, ഒരുമയോടുകൂടി ശേഖരിച്ച് വെച്ച ഓരോ തേൻഗണവും ചേർത്ത് വെച്ചാണ് തേൻ ആകുന്നത്. അത്തരത്തിൽ ഒരൈക്യത്തിൻ്റെ വിവിധ പൂവുകളിൽ നിന്ന് പൂക്കൾ ശേഖരിക്കുന്ന തേനുകളെല്ലാം ഒരേ ഒരു തേൻ കൂടയിൽ ചേർത്ത് വെക്കുന്ന ഒരൈക്യ മനോഭാവത്തോടു കൂടി തേനീച്ചകളുടെ കൂട്ടായ പ്രവർത്തനം പോലെ വിജ്ഞാനികളും സഭയും വിജ്ഞാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, ഗുരുവിൻ്റെ ദർശനം ലോകമെമ്പാടും പ്രചരിക്കുന്നതിന് വേണ്ടി കൂട്ടായി പ്രയത്നിക്കണം എന്നുള്ള സന്ദേശമാണ് ഗുരു നമുക്ക് നൽകുന്നത്. അത്തരത്തിൽ മാതൃകാസ്ഥാനമായി പരിലസിക്കുവാൻ ഗുരു പ്രതിഷ്ഠിച്ച എല്ലാ പ്രസ്ഥാനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതായാൽ നമുക്കെന്താണ്, നമ്മൾ പ്രത്യാശിക്കുന്ന തലത്തിൽ നമ്മുടെ ജീവിതകാലത്ത് തന്നെ എന്താണ്, ഈ സമൂഹത്തെ, ഈ ലോകത്തെ ഒരു മാതൃകാസ്ഥാനമാക്കി നമുക്ക് മാറ്റുവാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ മാതൃകാസ്ഥാനം എവിടെ വരെയായി എന്ന് ചോദിച്ചാൽ എന്താണ്, നമുക്ക് എന്തെങ്കിലും പറയാൻ സാധിക്കുമോ? ലോകം മുഴുവൻ മാതൃകാസ്ഥാനമായിട്ടാണോ നമ്മൾ കാണുന്നത്? മാതൃകയാണോ എന്നൊക്കെ പറയാം അല്ലേ? മാതൃകാസ്ഥാനത്തിൻ്റെ അവസ്ഥ ചോദിച്ചാൽ നമുക്കറിയാം എന്താണ്. പണ്ടൊരു കഥയുണ്ട്, ആമയും മുയലും തമ്മിൽ ഓട്ടപ്പന്തയം വെച്ച കഥ. നമുക്കെല്ലാം കുട്ടിക്കാലത്ത് പഠിച്ചിട്ടുള്ളതാണ്, കുട്ടികൾക്കൊക്കെ അറിയാവുന്ന കഥയാണ്. എന്താണ്? ആമയും മുയലും കൂടി ഓട്ടപ്പന്തയം വെച്ചത്. ആരാണ് അത് ജയിക്കേണ്ടിയിരുന്നത്? ആമയും മുയലുമായിട്ട് ഓട്ടം വെച്ചാൽ ആര് ജയിക്കും? മുയൽ ജയിക്കും, എല്ലാവർക്കും അറിയാം. പക്ഷെ ആരാണ് ജയിച്ചത്? ആമയാണ് ജയിച്ചത്. കാരണം എന്തു പറ്റി? എന്താ രാമയുടെ മിടുക്കൊണ്ടാണ് ജയിച്ചത്? അല്ല, മിടുക്കനായ മുയൽ വിചാരിച്ചു എന്ത് ചെയ്തു? ഇവൻ ഇഴഞ്ഞിഴഞ്ഞ് വരുമ്പോൾ കുറേ സമയമെടുക്കും, അതുവരെ എന്താണ്, ഞാൻ ഈ മരച്ചുവട്ടിൽ കിടന്ന് ഉറങ്ങിക്കളയാം എന്ന് വിചാരിച്ചു. ഇപ്പം എന്താണ്, അസ്വസ്ഥമായിട്ട് അവിടെ പോയി ഉറങ്ങിയപ്പോൾ എന്ത് ചെയ്തു? ഇഴഞ്ഞു വരുന്നവനായ, ശക്തിയില്ലാത്തവനായ ആമ എഴുന്നഴിഞ്ഞ് വന്നതാണ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ട്രോഫി വാങ്ങിക്കുന്ന കയ്യടി കേട്ടാണ് മുയലെ ചെട്ടി കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളും അതുപോലെയാണ് അല്ലേ? നമ്മളൊക്കെ എന്താണ്, നമുക്ക് ഇത്രയും വലിയ സ്ഥാപനങ്ങളുണ്ട്, സ്കൂളുണ്ട്, കോളേജുകളുണ്ട്, ഇനി എന്താണ് വേണ്ടത് എന്നുള്ളൊരു മനോഭാവത്തിൽ എന്താണ് കിടന്ന് നമ്മുടെ സമൂഹം കിടന്നുറങ്ങിയാൽ നമ്മളെക്കാളൊക്കെ എന്താണ് പുറകെ വരുന്നവരൊക്കെ വന്ന് നമ്മളറിയാതെ കഴിഞ്ഞ് മുന്നോട്ട് നീക്കേറി നമ്മൾ കരസ്ഥമാക്കിയിട്ടുന്ന പലരും എന്താണ്, പലതും കരസ്ഥമാക്കി നമ്മുടെ കയ്യിൽ നിന്നും പലതും നഷ്ടപ്പെട്ടതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ദൈവം കൈവിട്ട് പോയല്ലോ എന്ന് വിചാരിക്കുന്നത്. പിന്നെ ട്രോഫി കിട്ടുമോ? പിന്നെ കിട്ടിയില്ല അല്ലേ? അത്തരത്തിൽ ഒരു ഉറക്കം, ഒരു മയക്കം വന്നു പോയാൽ എന്താണ് നമുക്ക് നഷ്ടപ്പെടേണ്ടത്? എല്ലാം നഷ്ടപ്പെട്ടു പോകും അല്ലേ? അതാണ് ഗുരു പറയുന്നത്, ഉണര് അരുതിന്നി ഉറങ്ങിടാതിരുന്നീണം അറിവായി. നമ്മൾ അറിവായിട്ട് എന്ത് ചെയ്യണം? എപ്പോഴും ഉറങ്ങിടാതിരുന്നിടണം. നമ്മൾ അറിവിൻ്റെ കാര്യത്തിൽ നമ്മൾ ഉറങ്ങിക്കൂടാ. ക്രിസ്തുദേവൻ മലമുകളിലേക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോയി അല്ലേ? ശിഷ്യന്മാരോട്
എന്ത് പറഞ്ഞു? ഉറങ്ങാതിരിക്കണമെന്ന് പറഞ്ഞതാണ് ദൈവത്തെ. ഈ സമയത്ത് എന്താണ്? അവസാന നിമിഷമാണ്. ഈ സമയത്ത് ദൈവത്തെ ജാഗ്രതയോടുകൂടി ഏകാഗ്രതയോടുകൂടി പ്രാർത്ഥിക്കേണ്ടുന്ന സമയമാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നതോടൊപ്പം നിങ്ങളും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ എന്താണ് ശിഷ്യഗണങ്ങളോട് ആവശ്യപ്പെട്ടു. പക്ഷെ എന്താണ്? ഒരു ശിഷ്യന് പോലും എന്ത് പറ്റിയില്ല? ഉണർന്നിരിക്കാൻ പറ്റിയില്ല. ആ പ്രാർത്ഥനയിലുണ്ടായ ദൈവ സാന്നിധ്യത്തെ അനുഭവിക്കാൻ പറ്റാത്ത തരത്തിൽ എന്താണ്? എല്ലാവരും മയങ്ങിപ്പോയി എന്നതിനാണ്. അപ്പോൾ എന്താണ്? ഒരു ആത്മോത്സവത്തിൽ പറയുന്നതാണ്, ഉലകരുറങ്ങി ഉണർന്നു ചിന്ത ചെയ്യും പലതുമിതൊക്കെയുമൊറ്റു പാർത്തു നിൽക്കും വിലമതിയാതെ വിളക്കുതിക്കയും പിൻപൊലികയുമില്ലിതു കണ്ടുപോയിടേണം. ഉലകർ ഉറങ്ങുകയും ഉണരുകയും പലവിധ വ്യവഹാരങ്ങളിലൊക്കെ ഏർപ്പെടുകയും ചെയ്യുമ്പോഴും വിലമതിയാത ഒരു വിളക്ക്, വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ സ്വയം അറിവാകുന്ന പ്രകാശമാകുന്ന ഒരു വിളക്ക് നമ്മളിൽ സദാ പ്രകാശിക്കുന്നുണ്ട്. ആ വിളക്കിനെ നോക്കിക്കൊണ്ടുകൊണ്ട് എന്താണ്? നമ്മളൊരിക്കലും കണ്ണടയ്ക്കാതെ ഉറങ്ങാതിരിക്കും. നാം ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും ചിന്തിക്കുമ്പോഴും ഒക്കെ നമ്മൾ പ്രസരിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ്? നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മുടെ ശരീരം നിശ്ചലമാകുന്നില്ല, അല്ലേ? നമ്മുടെ രക്തചംക്രമണം മുടങ്ങുന്നുണ്ടോ? ഇല്ല. ഞാൻ ഉറങ്ങി എന്ന് കരുതി എന്താണ്? നമ്മൾ കഴിച്ച ആഹാരം രാത്രിയിൽ എന്താണ്? നല്ല ആഹാരം കഴിച്ചു, ധാരാളം ചപ്പാത്തിയും പൊറോട്ടയൊക്കെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങി. രാവിലെ ആകുമ്പോൾ എന്താണ്? ദഹിക്കാതിരിക്കുന്നുണ്ടോ? എല്ലാം ദഹിച്ച് മജ്ജയും മാംസവും ഒക്കെ ആയിട്ട് മലവും ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ടാകും, അല്ലേ? ഞാൻ ഉറങ്ങി എന്ന് കരുതി ശ്വാസോച്ഛ്വാസം നടക്കാതിരിക്കുന്നുണ്ടോ? ഇല്ല. ശ്വാസോച്ഛ്വാസം നടന്നില്ലെങ്കിൽ സർക്കുലേഷൻ ഇല്ലാതെ അത് നമ്മൾ മരിച്ചു പോകും, അല്ലേ? അത് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആരാണ് ചെയ്യുന്നത്? എല്ലാം നമ്മളാണോ ചെയ്യുന്നത്? ഞാൻ വലിയ കേവനാണോ? അല്ലേ? എല്ലാം ചെയ്യുന്നത് എന്താണ്? ഈശ്വരായി ഈശ്വരക്ഷേത്രം മാത്രമല്ല, ഈ ഭൂലോകത്ത് എന്തെല്ലാം നന്മകളൊക്കെ നടന്നിട്ടുണ്ടോ അതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം ആരാണ്? വലിയ ശക്തിശാലിയായ ഞാനാണ് എന്നാണ് നമ്മളെല്ലാവരും വിചാരിക്കുന്നത്. പക്ഷെ എന്താണ്? നമ്മുടെ ശരീരത്തിൻ്റെ കാര്യങ്ങൾ പോലും എന്താണ്? ഒരു പരിധി വരെ കൂടുതൽ എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല, അല്ലേ? ആഹാരം കഴിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ എന്താണ്? അത് ദഹിപ്പിക്കുവാനും അതിൻ്റെ രക്തയും മജ്ജയും മാംസവും ഒക്കെ ആക്കി മാറ്റാനും എന്താണ് നമുക്ക് കഴിവില്ല, അല്ലേ? നമ്മളൊരു സമയം കഴിയുമ്പോൾ നമ്മളാകുന്ന ജീവൻ എന്താണ്? നിദ്രയിലേക്ക് പോകും, ഉറക്കത്തിലേക്ക് പോകും. പക്ഷെ എന്താണ്? നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും ശ്വാസോച്ഛ്വാസം അടക്കം എല്ലാം നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ആരാണ് ചെയ്യുന്നത്? നമ്മളാണോ? അല്ല. നമ്മളറിയാത്ത നമ്മൾ ഇനിയും ഉണരേണ്ടുന്നതായ ഒരാത്മ ചൈതന്യം നമ്മളിൽ സദാ നമ്മൾ ഉറങ്ങുമ്പോഴും ഉറങ്ങാതിരിക്കുന്ന ഒരാത്മ ചൈതന്യമായ മഹത്തായ പ്രകാശമായ അറിവായ ഈശ്വര ചൈതന്യം നമ്മളിൽ കുടികൊള്ളുന്നത് കൊണ്ടാണ് നമുക്ക് ഈ വ്യവഹാരങ്ങളെല്ലാം നടക്കുന്നത്, അല്ലേ? അത്തരത്തിൽ നമ്മളെ നിലനിർത്തുന്ന, നമ്മളെ ശ്വസിപ്പിക്കുന്ന, നമ്മളെ ആഹാരം കഴിപ്പിക്കുന്ന, നമ്മളെ നടത്തുന്ന, നമ്മെ സംസാരിപ്പിക്കുന്ന, നമ്മെ എല്ലാം ചെയ്യിപ്പിക്കുന്ന ആ അറിവിനെ പരമമായ പ്രകാശത്തെ നമ്മൾ അറിയുവാൻ ശ്രമിക്കുമ്പോഴാണ്, അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുവാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം എന്താണ്? പരിപൂർണമായ ലക്ഷ്യത്തെ പ്രാപിക്കുക. അങ്ങനെ ഓരോ ജീവന്മാരും പരിപൂർണമായ ഈശ്വര സത്തയെ അറിഞ്ഞ് അവൻ്റെ പരമപുരുഷാർത്ഥമായ ആനന്ദത്തെ, സച്ചിദാനന്ദത്തെ അവനവൻ്റെ ജീവിത കാലത്ത് തന്നെ, ജീവിത അവസ്ഥയിൽ തന്നെ നേടിയെടുക്കുന്നതിനെയാണ് ഗുരുക്കന്മാരെന്ന് പറയുക? മോക്ഷം പ്രാപിക്കുക, മുക്തി നേടുക എന്ന് പറയുക, അല്ലേ? അതാണ് നമ്മൾ മായയെ നീക്കി നമുക്ക് സാഹിത്യം നൽകണം, അല്ലേ? ദൈവദശകത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്താണ്? ആഴമേറും നിൻ മഹസ്സ ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം ശുദ്ധം. എല്ലാവരും ആഗ്രഹിക്കുന്ന നിത്യമായ വാഴ്വ്, അല്ലേ? സുഖത്തോടു കൂടിയ ഒരു ജീവിതം, അല്ലേ? ദുഃഖം ഉണ്ടാകരുത്. ഇവിടെയൊക്കെ എന്താണ്? ഈ ഫാനുകളൊക്കെ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ ഇരിക്കുന്നത് പോരാ. ഇതിൻ്റെ അടച്ചെന്താണ്? നല്ല കൂളിങ്ങൊക്കെ ഉള്ളത് AC വെച്ചാൽ എന്താണ്? എല്ലാവർക്കും നല്ല സുഖമല്ലേ? AC വേണോ? ചൂട് കൂടുന്നുണ്ടോ? ഇല്ല. ഇത്രയും സുഖം മതിയോ? എന്താണ്? അങ്ങനെ ആയാൽ സുഖമായിരുന്നു, അല്ലേ? ഒരു AC ഹോളിൽ നിന്ന് മീറ്റിംഗ് കൂടെ എന്താണ്?
വിയർക്കൊന്നുമല്ല, നല്ല സുഖമല്ലേ. ഇപ്പം എന്താണ്, എല്ലാ തരത്തിലും നമുക്ക് സുഖം ആയിരിക്കണം. ആ സുഖം എങ്ങനെയാണ് നേടുക? സ്വന്തം പ്രവൃത്തിയിലൂടെ. അപ്പോൾ നമ്മൾ മരിച്ചതിന് ശേഷം ഉള്ള മുക്തിയല്ല, മോക്ഷമല്ല ഒരു വിഭാവന ചെയ്യുന്നത് എന്താണ്? ജീവിച്ചിരിക്കുമ്പോൾ തന്നെയുള്ള ആത്മസാക്ഷാത്കാരം, ഉണർവായി അറിവായി എല്ലാത്തിനെയും സാക്ഷിയായിരിക്കുന്ന ജീവചൈതന്യം ഞാനാണ് എന്നുള്ള അനുഭവത്തിലൂടെ നേടിയെടുക്കുന്ന സുഖം. സാധാരണ നമ്മളെല്ലാവരും വിചാരിക്കുക എന്താണ്, എപ്പോഴാണ് മോക്ഷം കിട്ടുന്നത്? നമ്മുടെ വയസ്സായി പ്രായമായി കല്ലും ഒക്കെ പോയി മുടിയൊക്കെ നരച്ച് അവസാനം ഹോസ്പിറ്റലിൽ കിടന്ന് മരിച്ചുപോയി അല്ലേ, എങ്ങനെയെങ്കിലും എല്ലാവരും കൂടി എടുത്തുകൊണ്ട് പോയി കത്തിച്ച് അതിൻ്റെ ചാരമൊക്കെ കൊണ്ടെന്താണ് ആലുവ പുഴയിലോ വർക്കല പാപനാശിനിയിലോ ഒക്കെ ഒഴുക്കുമ്പോൾ നമുക്കെന്ത് കിട്ടും? മോക്ഷം കിട്ടും എന്നാണ് വിചാരിക്കുന്നത്. ആ മോക്ഷം നമുക്ക് അനുഭവിക്കാൻ പറ്റുമോ? ഇല്ല. ഉണ്ടോ ഇല്ലെന്ന് എന്താണെന്ന് ആർക്കും ഒരു നിശ്ചയമില്ല. പക്ഷെ എന്താണ് ഗുരു പറയുന്ന മുക്തി? എന്താണ്? ശരീരത്തോടുകൂടി ഇരിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന സുഖം, ആത്മസുഖം. ഈ പ്രപഞ്ചം നിലനിൽക്കുന്ന ആ സത്തയോട് ഏകീഭവിച്ച് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ആത്മസുഖത്തെ നമ്മൾ കർമ്മം കൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട് നേടിയെടുത്താൽ അതാണ് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നേട്ടം. അതിനപ്പുറം ഒരു സുഖത്തെ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അല്ലേ? അപ്പം അത്തരത്തിൽ ആ ആത്മസുഖത്തിലേക്ക് പടിപടിയായി നമ്മളെ എങ്ങനെ കൊണ്ടുപോകാം എന്നാണ് ഗുരു നമ്മെ പഠിപ്പിക്കുന്നത്. അതിനുള്ള ഏറ്റവും നല്ല ഉപാധിയാണ് എന്ത്? സഗുണമായ ഉപാസന, ക്ഷേത്ര ഉപാസന അല്ലേ? ധാരാളം ക്ഷേത്രങ്ങൾ ഗുരു പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. മിക്ക ക്ഷേത്രങ്ങളുടെയും ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, ആ പഴയ കാലത്ത് ആടും കോഴിയും ഒക്കെ വെട്ടി കുരുതി കൊടുത്തിരുന്ന, ബലി കൊടുത്തിരുന്ന പല ക്ഷേത്ര സങ്കേതങ്ങളെയും ഒക്കെയാണ് ഗുരു നവീകരിച്ച് സഗുണമായ ഉപാസനയിലേക്ക് നമ്മെ കൊണ്ടുപോയത്. മണ്ണന്തല ക്ഷേത്രമുണ്ട്, അർദ്ധനാരീശ്വര ക്ഷേത്രം അല്ലേ? നമുക്കറിയാം. മണ്ണന്തല ക്ഷേത്രത്തിലേക്ക് പോയിട്ടുണ്ടോ ആരെങ്കിലും? തിരുവനന്തപുരത്ത് മണ്ണന്തല പോയിട്ടുണ്ട് അല്ലേ? വളരെ മനോഹരമായ ക്ഷേത്രമാണ്. മണ്ണന്തലയിൽ എന്താണ് ആളുകളെ തൂക്കുന്ന തൂക്കച്ചാടുകളൊക്കെ വെച്ചെന്താണ് തൂക്കം നടത്തിയിരുന്ന ക്ഷേത്രമാണ്. ഗുരു ചെന്നതിന് ശേഷമാണ് അവിടുത്തെ വലിയ ഒക്കെ ഇല്ലാതെയാക്കി ആ തൂക്കച്ചാടുകളൊക്കെ എന്ത് ചെയ്യാൻ പറഞ്ഞു? എടുത്ത് കുളത്തിൽ താത്താൻ പറഞ്ഞു. ഇപ്പോഴും ആ കുളത്തിൽ എന്താണ് തൂക്കച്ചാടിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കിടക്കുന്നത്. അതൊക്കെ മാറ്റി അവിടുത്തെ ഭീകരസ്വരൂപിണിയായ ഭദ്രകാളിയുടെ രൂപത്തെ എന്താണ് ഒരു അല്പം മാറ്റം വരുത്തി എന്ത് ചെയ്തു? പാർവതിയാക്കി അല്ലേ? സഗുണമായ രൂപത്തിലേക്ക് ദേവിയെ പരിവർത്തനം ചെയ്തു. എന്നിട്ടെന്താണ് മനുഷ്യ മനസ്സുകളിൽ ആ ദേവിയുടെ സ്വരൂപത്തെ പ്രതിഷ്ഠിക്കുവാൻ, വ്യത്യസ്തമാകുവാൻ ഒരു സ്തോത്രം രചിച്ചു. ഏതാണ് മണ്ണന്തലയിൽ കൊടുത്തതിന് ശേഷം ഒരു എഴുതിയ കൃതി? മണിക്കുട വിടത്തി മലതൂവി മണമെല്ലാം കിണിക്കപചരി ക്രിയ കഴിച്ചു ഗൃണിയാ ഗുണിച്ചവകളൊക്കെയുമൊഴിഞ്ഞു ഗുണിയുമ്പോൾ ഗുണക്കടൽ കടന്നു വരുവാനുള്ളതായി തിങ്കളും ഹൃദശകങ്കയും തിരുമുടിക്കണിഞ്ഞു വിലസുന്ന തിങ്കൾ നീർമുഖി ദിഗംബരന്റെ തിരുമൈ വകുത്ത ശിവമേനിയെ നിൻകടൽ കമലമെൻകരുത്തിൽ നിലനിർത്തി നിത്യവുമഹന്തവം അങ്കുരിച്ചറിവഴിഞ്ഞുപോയി വിപലമായി വരാതരുകമ്പികേ പ്രഭാരൂപയാം നിൻ പ്രകാരം നിനച്ചാൽ പ്രഭാരം കെടും പ്രസാദാലവർക്കും പ്രസാദിക്കുമെല്ലാവരും ത്വത്പ്രസാദ പ്രയാസം സമസ്തം പ്രയാദീവദൂരം. അല്ലയോ മണ്ണന്തല ദേവി, അവിടുന്ന് ഏത് രൂപത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? പ്രഭാരൂപയാ നിൻ പ്രകാശം പ്രകാരം നനച്ചാൽ പ്രകാശസ്വരൂപത്തിലുള്ള അറിവായി എന്നും നിറഞ്ഞു നിൽക്കുന്ന പ്രകാശസ്വരൂപിണിയായ അമ്മയുടെ ജഗദംബയുടെ സ്വരൂപത്തെ
സ്വരൂപത്തെ അറിവാകുന്ന പ്രകാശമാനമായ അമൃത സ്വരൂപത്തെ നിലച്ചാൽ നിത്യവും ധ്യാനിച്ചാൽ പ്രഭാരം വിടും ഹൃത്പ്രസാദാവർക്കും. ഹൃത്പ്രസാദം ഉണ്ടാകും, ഹൃദയത്തിന് പ്രകാശം ഉണ്ടാകും. നമ്മളൊരു വെളിച്ചത്തെയാണ് നോക്കുന്നതെങ്കിൽ, വെളിച്ചത്തെയാണ് ധ്യാനിക്കുന്നതെങ്കിൽ എന്താണ്? നമ്മുടെ ഹൃദയവും പ്രകാശസ്വരൂപമായിരിക്കും അല്ലേ? ഒരു പൂവിനെ ധ്യാനിച്ചാൽ വിടർന്ന് വിലസുന്ന എന്താണ്? ഒരു താമരയെ അല്ലെങ്കിൽ ഒരു പുഷ്പത്തെ നമ്മൾ നോക്കി നിന്നാൽ എന്താണ്? നമ്മുടെ ഹൃദയവും വിരിയും അല്ലേ? ഒരു പൂ പോലെയായിരിക്കും. അപ്പോൾ എന്താണ്? പ്രകാശസ്വരൂപിണിയായ അമ്മയുടെ സ്വരൂപത്തിൽ നിലച്ചാൽ പ്രഭാരം വിടും. വലിയ ഭാരവും കൊണ്ടെന്താണ് നമ്മൾ നടക്കുന്നത് അല്ലേ? ഹൃദയത്തിന് എന്താണ്? ഭയങ്കരമായ ഭാരം കയറ്റി വെച്ചാണെന്നാണ് ഓരോരോ വ്യവഹാരങ്ങളൊക്കെ ആയി, ജീവിത പ്രാരാബ്ദങ്ങളൊക്കെയായി എന്താണ് ഹൃദയത്തിന് വലിയ ഭാരം കയറ്റി വെച്ചുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത് അല്ലേ? ഹൃദയത്തിന് ഭാരം ഉണ്ടോ? ഉണ്ടോ ഇല്ലേ? ഒന്നും പറയാൻ പറ്റില്ല. ഈ ബ്രെഡ് ആയിരിക്കും അത് ശരി. ഹൃദയത്തിന് മനസ്സിനാണ് അല്ലേ? ഹൃദയത്തിന് ഭാരമില്ല, മനസ്സിനാണ് ഭാരം. ഹൃദയവും മനസ്സും ഒക്കെ എന്താണ്? പ്രത്യേകമായി ഉപയോഗിച്ച് വെച്ചിരിക്കുകയാണ് അല്ലേ? മനസ്സിന് ഭാരമുള്ളവരുണ്ട്, ഹൃദയത്തിന് ഭാരമുള്ളവരുണ്ട്. എന്താണ് ഗുരുവിടെ പറയുന്നത്? എന്താണ്? ഹൃദയത്തിൻ്റെ ഭാരത്തിൻ്റെ കാര്യമാണ് അല്ലേ? പ്രഭാരം കെടും ഹൃത്പ്രസാദാവർക്കും. ഈ ഭാരം, ഹൃദയത്തിനുണ്ടാകുന്ന ഭാരം എന്താണ്? ഒരിക്കലൊരു നമ്പൂതിരി ട്രെയിനിലൂടെ യാത്ര ചെയ്യുകയാണ്. എന്താണ്? തമിഴ്നാട്ടിലേക്ക് എന്താണ് പഴയ കാലത്ത് തീവണ്ടിയിൽ കയറി പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ, രണ്ട് കയ്യിലും എന്താണ് ധാരാളം ലഗേജ് ഉണ്ട്, ബാഗും സഞ്ചിയും പാണ്ടക്കെട്ടൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്പൂതിരിച്ചൻ ഒരു കാരണവശാലും താഴെ വിടുന്നില്ല. അപ്പോൾ എല്ലാവരും കയറിയിരിക്കുന്നത് സ്വസ്ഥമായിട്ടിരുന്നു. ട്രെയിൻ സീറ്റ് കിട്ടി, സാധനമൊക്കെ എന്ത് ചെയ്തു അവിടെ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ വെച്ചു. അദ്ദേഹത്തെ ചോദിച്ചപ്പോൾ എന്താണ്? എവിടേക്ക് ഇറക്കി വെക്കാൻ പറഞ്ഞു. എന്താണ്? ഓ, ഞാൻ വെക്കുന്നില്ല. എന്താണ് വെക്കാത്ത കാര്യം? എന്താണ്? ഈ പാവ ട്രെയിൻ എന്തുമാത്രം ഭാരം തോന്നും. എൻ്റെ സാധനം എന്ത് ചെയ്ത് അത് ചെയ്തോളാം, ഞാൻ പിടിച്ചു. ഞാനായിട്ട് എന്താണ് ചെയ്യുന്നില്ല, ട്രെയിന് വേണ്ടി ഭാരം കൊടുക്കുന്നത്. എൻ്റെ സാധനം ഞാൻ സ്വന്തമായിട്ട് ആരും ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇപ്പോൾ ഇദ്ദേഹം തലയിൽ വെച്ചാലും താഴെ വെച്ചാലും ആര് തന്നെ വഹിക്കണം? ട്രെയിൻ തന്നെ വഹിച്ചു കൊണ്ടുപോകും അല്ലേ? അതുപോലെയാണ് നമ്മൾ എന്താണ്? എൻ്റെ ദുഃഖം എന്താണ്? ഞാൻ ആരും ഏൽപ്പിക്കുന്നില്ല. കാരണം എന്താണ്? ഇതെല്ലാം ഞാൻ തന്നെ എന്ന് കരുതി കൊണ്ടെന്നാണ് സ്വന്തം ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ വഹിച്ചുകൊണ്ട് പോവുകയാണ് അല്ലേ? ഈശ്വരനിലേക്ക്, പരമാത്മാവാകുന്ന ഈശ്വരനിലേക്ക് എന്താണ് നമ്മൾ അർപ്പിക്കുവാൻ തയ്യാറാകുന്നില്ല അല്ലേ? മനസ്സ് തുറക്കുവാൻ തയ്യാറാകുന്നില്ല. ഒരു സമുദ്രത്തിലെ ഒരു കണം പോലെ എന്താണ് നമ്മളെല്ലാവരും ഈശ്വരനാകുന്ന ആ നിസ്തരംഗ സമുദ്രത്തിൻ്റെ ഓരോ അംശമാണ്, ഓരോ തുള്ളിയാണ് നമ്മൾ ഓരോരുത്തരും. ഈ സമുദ്രത്തിൽ നിന്ന് മാറി എന്താണ് നമ്മളാകുന്ന ജീവനാകുന്ന ഒരു തുള്ളിക്കും ഒരു നിലനിൽപ്പുമില്ല. പക്ഷെ എന്താണ് നമ്മൾ വിചാരിക്കുന്നു? ഞാനൊരു ജലകണമാണ്, എൻ്റെ ദുഃഖങ്ങൾ എൻ്റേത് മാത്രം. എന്താണ് ഇതെന്താണ്? ഇതെല്ലാം ഞാൻ തന്നെ ചിന്തിച്ച് പരിഹരിച്ചാൽ മാത്രമേ എനിക്ക് ലോകത്ത് നിലനിൽപ്പുള്ളൂ എന്നൊക്കെ ചിന്തിച്ചെന്താണ് പ്രത്യേകമായ ഒരു വിഭാഗീയത എന്താണ് നമ്മൾ വന്നു ചേർന്നിരിക്കുകയാണ്. അത് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ആകവേ നിറഞ്ഞിരിക്കുന്നതായ ഈ സമുദ്രമാണ് ഞാനും എന്നുള്ളതാണ് ചിന്ത ഉണ്ടാകും. ഒരു ജലഗണത്തിന് ഞാൻ ഈ സമുദ്രമാണെന്നുള്ള ചിന്ത അറിവ് എപ്പോൾ ഉണ്ടാകുന്നു? എപ്പോഴെന്താകുന്നു? അവൻ ജലഗണം അല്ലാതായിത്തീരുന്നു, അവൻ സമുദ്രമായിത്തീരുന്നു. അപ്പോൾ ഈ പ്രഭാരം കടണമെങ്കിൽ, ഈ ഭാരത്തെ ഇല്ലാതാക്കണമെങ്കിൽ എന്ത് വേണം? പ്രഭാരൂപയായ പ്രകാശസ്വരൂപിണിയായ ദേവിയുടെ എന്താണ് രൂപത്തെ നമ്മൾ ധ്യാനിക്കുമ്പോൾ എന്താണ് നമ്മളാകുന്ന രൂപം എന്താണ് ഇല്ലാതായിത്തീരുന്ന് പ്രഭാരം നമ്മുടെ എല്ലാ ഭാരങ്ങളും അവിടെ അസ്തമിക്കും. ഒരു പലയിടത്തും ഈ ആശയം തന്നെ പറയുന്നത് എന്താണ്? ഗദ്യപ്രാർത്ഥനയിൽ പറയുന്നു അല്ലേ? ധ്യാനിക്കേണ്ടതായ പരമാത്മാവിൻ്റെ ആ ദിവ്യരൂപത്തെ ഞാൻ ധ്യാനിക്കുന്നു അല്ലേ? നമ്മളെപ്പോഴും നിത്യവും ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ധ്യാനിക്കേണ്ടതാണ് അല്ലേ? പരമാത്മാവിൻ്റെ ആ ദിവ്യരൂപത്തെ. പരമാത്മാവിൻ്റെയും നീ എൻ്റെ
സകല പാപങ്ങളെയും കവർന്ന് എടുത്തുകൊണ്ട് എനിക്കെന്ത് നൽകണം? നിന്റെ പരമാനന്ദം നൽകണമേ. നമ്മൾ ദൈവത്തോട് ഒരു എന്തൊക്കെ പ്രാർത്ഥിക്കണം എന്ന് പഠിക്കുകയാണ്. നമുക്ക് സ്വത്തും പണവും കാറും പണവും പദവിയും ഒക്കെ എന്താണ്? അല്ല, മറിച്ചെന്താണ്? ഇതൊക്കെ എന്താണ്? എല്ലാം നശിച്ചു പോകും അല്ലേ? നമ്മൾ മരണത്തോടു കൂടി എല്ലാം നശിച്ചു പോകും. ഇന്ന് വലിയ പദവിയിൽ നാളെന്ത് ചെയ്യും? നാളെ താഴെ വീണു പോകും അല്ലേ? ഇന്നെന്താണ്? കോടീശ്വരനാണെങ്കിൽ നാളെ അത് ഇല്ലാതെയായി പോകും. ധാരാളം ബന്ധുക്കൾ ചുറ്റുമുണ്ടെങ്കിൽ എന്താണ്? അവരൊക്കെ ഇല്ലാതാകാൻ ഒരു നിമിഷം വേണ്ട അല്ലേ? അല്ലെങ്കിൽ അവർ പിണങ്ങാൻ, അവർക്ക് നമ്മൾ ശത്രുക്കളാകാൻ ഒരു നിമിഷം വേണ്ട. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഭൗതികമായിട്ടുള്ളതെല്ലാം ഇല്ലാതെയായിരിക്കും. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? ധ്യാനിക്കേണ്ടതായ പരമാത്മാവിൻ്റെ ആ ദിവ്യ രൂപത്തെ നമ്മൾ ധ്യാനിക്കണം. നിത്യവും ധ്യാനിച്ചാൽ നമ്മൾ എന്തായിത്തീരും? നമ്മളും പ്രകാശ സ്വരൂപികളായിത്തീരും അല്ലേ? അപ്പോൾ അത്തരത്തിൽ ഗുരു പകർന്നു നൽകുകയാണ്. അതെങ്ങനെയാണ് ആ പ്രകാശ സ്വരൂപം നിലനിൽക്കുന്നത്? ഗുരു തന്നെ പറയുന്നത് എന്താണ്? വരുവതുപോലെ വരും വിവേകവൃത്തി അറിവിന് മൂടുമനിത്യമായ ഈ ഇരുളിനെ ആദിസൂര്യനത്രേ. ഒരു സൂര്യൻ ഉദിച്ചുയർന്ന പോലെയാണോ ഗുരു അവിടുത്തെ അന്തരാത്മാവിൽ ഹൃദയത്തിൽ എന്താണ് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന വിവേകവൃത്തിയെ പറ്റി എന്താണ് കവിയിൽ പറഞ്ഞിരിക്കുകയാണ്. എങ്ങനെയായിരുന്നു ആ വിവേകവൃത്തി? എങ്ങനെയാണ് ആ വിവേകവൃത്തി പ്രകാശിക്കുന്നത്? ഗുരുവിൻ്റെ വിവേകം എങ്ങനെയുള്ളതായിരുന്നു? ഒരു 10,000 ആതിഥേയരൊന്നായി വരുന്നതുപോലെ വരും വിവേകവൃത്തി. നിരന്തരമായ ധ്യാനം കൊണ്ട്, നിരന്തരമായ തപസ് കൊണ്ട്, നിശ്ചലമായ തപസ് കൊണ്ട് അവിടുത്തെ അന്തരാത്മാവിൽ പ്രകാശിച്ചത് എങ്ങനെയാണ്? ഒരു 10,000 പൗരന്മാർ ഒന്നിച്ചുദിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം പ്രകാശം ഉണ്ടാകുമോ? നമുക്കെന്താണ് ഈ ലോകത്തെ മുഴുവൻ പ്രകാശിക്കാൻ ഒരു സൂര്യൻ അല്ലേ? ഒരു സൂര്യൻ്റെ പ്രകാശം കൂടുതൽ തന്നെ എന്താണ് നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല. ഇപ്പോൾ മൈതാനത്തിൻ്റെ മണലോട്ട് ഇറങ്ങിയാൽ എന്താണ് നമ്മൾ പെട്ടെന്നോടി അകത്തോട്ട് കയറും. കാരണം എന്താണ്? ഒരു സൂര്യൻ്റെ തന്നെ പ്രകാശം നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല. 10,000 സൂര്യന്മാർ പ്രകാശിച്ചാൽ എങ്ങനെയായിരിക്കും? എത്രമാത്രം പ്രകാശമായിരിക്കും? നമ്മുടെ കണ്ണ് അഞ്ചിപ്പോവും അല്ലേ? ഗുരു അരുവിപ്പുറത്ത് ശിവലിംഗം എടുക്കുന്നതാണ് ധ്യാനിച്ച് നിലനിർമ്മിച്ചപ്പോൾ 3 മണിക്കൂറിനും ധ്യാനിച്ചു എന്നാണ് പറയുന്നത്. എന്താണ്? ആ കണ്ണിലേക്ക് ഗുരുവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ സാധിച്ചില്ല എന്നാണ് ജീവചരിത്രകാരൻ പറഞ്ഞിരിക്കുന്നത്. ശിവലിംഗദാസ സ്വാമികൾക്ക് പോലും ഗുരുവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ പറ്റാത്ത തരത്തിൽ തീക്ഷ്ണമായ പ്രകാശം അവിടെ നിന്നും വ്യാപിച്ചിരുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു വിവേക പ്രകാശം നമ്മളിൽ എങ്ങനെ ഉണ്ടാകും? സാധാരണ വിളക്ക് മതിയോ? ഇല്ല, നമ്മുടെ ഉള്ളിൽ വിവേകം ഉണ്ടാകണം. ആ വിവേകത്തിൻ്റെ ജ്വാല കൊണ്ടാണ് ഗുരു നോക്കിയപ്പോൾ സമൂഹത്തിൽ നിലനിന്നിരുന്ന എല്ലാ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇല്ലാതാക്കിയത്. ആ വിവേക ദൃഷ്ടിയിലൂടെ നോക്കിയപ്പോൾ പലതും ചെയ്യുന്നതൊക്കെ എന്താണ്? കെട്ടുകല്യാണം, കുളികുടി, 2 കുളി തുടങ്ങിയ അനേകം അനാചാരങ്ങൾ അല്ലേ? മനുഷ്യരെ തന്നെ ഭിന്നിപ്പിച്ചു നിർത്തുന്നു. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ട ദോഷമുള്ളവർ, കെട്ടില്ലാത്തവർ, തമ്മിൽ നിന്നാത്തവർ, ഇങ്ങനെ ഒട്ടല്ലവോ ജാതിക്കോമനം. അങ്ങനെ ജാതിക്കോമനങ്ങളെ നിറഞ്ഞ ഒരു കേരളത്തെ ഗുരു എന്ത് ചെയ്തു? പുനഃസൃഷ്ടിക്കുവാൻ അവിടുത്തെ വിവേകമാകുന്ന പ്രകാശം കൊണ്ട് സാധിച്ചു. ആ വിവേക പ്രകാശത്തെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ആവാഹിച്ചാൽ എന്താണ്? നമ്മുടെ ഉള്ളും പ്രകാശമാനമായി തീരും. ആ വിവേക ദൃഷ്ടിയിലൂടെ നോക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തിയും നമ്മൾ കാണുന്ന മറ്റുള്ളവരുടെ പ്രവൃത്തിയും തമ്മിലുള്ള തെറ്റുകുറ്റങ്ങൾ എന്താണ്? സമൂഹത്തിൽ നടക്കുന്ന തെറ്റിനെക്കുറിച്ചും ശരിയെക്കുറിച്ചുമുള്ള ശരിയായ ധാരണ നമുക്കുണ്ടാകും അല്ലേ? എന്താണ് തെറ്റ്, എന്താണ് ശരി എന്നുള്ള അറിവ് നമുക്കുണ്ടാകും. അത്തരത്തിൽ സ്വയം ഉണർന്ന് പ്രവർത്തിക്കുവാൻ, തെറ്റിൽ നിന്നും ശരിയിലേക്ക് ഗമിക്കുവാനുള്ള ഒരു വിവേകശക്തി എന്ത് ചെയ്യണം? നമ്മുടെ സമൂഹത്തിൽ നമ്മൾ തന്നെ നിലനിർത്തേണ്ടതുണ്ട് അല്ലേ? നമുക്കിപ്പോൾ നമ്മളിവിടെ എല്ലാം സ്വസ്ഥമായിട്ട് ശാന്തമായിട്ട് ഇവിടെ ഇരിക്കുന്നു. എന്താണ് കാരണം? ഈ സൂര്യൻ ഇങ്ങനെ എന്താണ് ഭയങ്കരമായ രശ്മിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിലെന്താണ്
നമ്മുടെ ശരീരത്തിന് ദോഷകരമായിട്ടുള്ള ഒട്ടേറെ കിരണങ്ങളുണ്ട് അല്ലേ? ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ നേരിട്ട് പതിച്ചാൽ എന്താണ് ശരീരമൊക്കെ പൊള്ളി ജീവിക്കാൻ പറ്റാതെ സൂര്യാഘാതം കേൾക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ എന്നാണ്. അപ്പോൾ ഇതിനെല്ലാം ആ സൂര്യപ്രകാശത്തിന് മറയായിട്ട് എന്താണ് ഒരു പാളി അന്തരീക്ഷ ഉപരിതലത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്, ഓസോൺ പാളി എന്ന് പറയും അല്ലേ? ഇടയ്ക്ക് നമ്മൾ കേൾക്കാറുണ്ട് ഓസോൺ പാളിക്ക് വിള്ളൽ വന്നു എന്ന്. ഓസോൺ പാളിക്ക് വിള്ളൽ വന്നാൽ എന്താണ് നമുക്കാർക്കും ഈ വിള്ളലിലൂടെ സൂര്യൻ്റെ യഥാർത്ഥ കിരണങ്ങൾ ഭൂമിയിൽ പതിച്ചാൽ ജീവികളിൽ പതിച്ചാൽ എന്താണ് വലിയ ദോഷങ്ങളുണ്ടാകും. ഇത്തരത്തിൽ ഈ ഒരു ഓസോൺ പാളി നിലനിർത്തുന്നത് കൊണ്ടെന്നാണ് നമുക്ക് എന്താണ് ഇപ്പോൾ ജീവിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഓസോൺ പാളി പോലെ എന്താണ് ഈ സമൂഹത്തിൽ ഒരു വിഭാവനം ചെയ്ത സ്വച്ഛത, ശാന്തി, ശാന്തമായ അന്തരീക്ഷം ഇങ്ങനെ നിലനിർത്തുന്നുണ്ട്. ഇതിനെ അതിക്രമിച്ചുകൊണ്ട് എന്താണ് ഒരാൾക്കും ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കാത്തത്, കൂടുതലായി പ്രവർത്തിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് ഈ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ഒരു സ്വച്ഛത, ശാന്തത നിലനിർത്തുന്നത്. എപ്പോഴെപ്പോൾ ഈ സ്വച്ഛതയ്ക്ക്, ശാന്തതയ്ക്ക്, ഓസോൺ പാളിക്ക് വിള്ളൽ വരുന്നത് പോലെ എന്താണ് ഒരു വിഭാഗം ചെയ്ത സുന്ദരമായ ആ ശാന്തി നികേതനമായ ഈ ലോക ദർശനത്തിന് വിള്ളൽ ഉണ്ടാകുന്നതോ അപ്പോഴെപ്പോഴെന്താണ് സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, മതദ്വേഷങ്ങളുണ്ടാകും അല്ലേ? ജാതികൾ തമ്മിലുള്ള സ്പർദ്ധകളുണ്ടാകും, സമൂഹത്തിൽ അന്തരീക്ഷം കൂടുതൽ കലുഷമായി തീരും. അത്തരത്തിൽ ഓസോൺ പാളിയെ എന്താണ് സംരക്ഷിക്കുന്നത് പോലെ ഒരു വിഭാഗം ചെയ്യുന്നതാണ് ഏകമായ ഈ അറിവിൻ്റെ ആ ധർമ്മരശ്മി എന്താണ് നാം കേടുകൂടാതെ ആ പാളിക്ക് വിള്ളലുണ്ടാകാതെ സൂക്ഷിക്കേണ്ടുന്ന ആരുടെ കടമയാണ്? നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് അല്ലേ? വിള്ളലുണ്ടാകുന്ന സാഹോദര്യത്തിന്, സ്നേഹത്തിന്, മതങ്ങൾ തമ്മിലുള്ള ഐക്യത്തിന് എന്താണ് ഒരിക്കലും വിള്ളൽ ഉണ്ടായിക്കൂട, ഒരു സ്പർദ്ധ ഉണ്ടായിക്കൂട. സ്പർദ്ധ ഉണ്ടായത് എന്താണ്? ഉത്സവത്തിന് കരുമരുന്നിന് വഴിമരുന്നിട്ട് കൊടുക്കുന്ന പോലെ ആയിത്തീരും. ഒരിടത്ത് തീ പിടിച്ചാൽ അടുത്തടുത്ത് പൊട്ടി എന്താണ് ഇവിടെ എങ്ങും നിൽക്കാതെ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയായിത്തീരും. അത്തരത്തിലുള്ള ഒരവസ്ഥ സംജാതമാകാതിരിക്കുവാൻ നമ്മൾ ഉണർന്നിരിക്കണം അല്ലേ? ആർക്കാണ് ഇതിനുള്ള ബാധ്യത? ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനത്തെ ഹൃദയത്തിൽ എത്തുന്ന നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കണം അല്ലേ? ആദ്യമേ നമ്മളെ തന്നെ ഐക്യമുണ്ടാക്കണം. ആ ഐക്യം എല്ലാവരിലേക്കും വ്യാപിപ്പിക്കുവാൻ, എല്ലാവരിലേക്കും പ്രകാശിപ്പിക്കുവാൻ എന്താണ് നമുക്ക് സാധിക്കണം. അത്തരത്തിൽ നമ്മൾ പരിശ്രമിച്ചാൽ മാത്രമേ നമ്മളെല്ലാം അറിവെല്ലാം നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ടെന്താണ് രണ്ടാമത് പോയിട്ടെന്താണ് ഒരിടത്ത് പോയി വീട്ടിൽ പോയി കിടന്നങ്ങ് ഉറങ്ങിയാൽ എന്തായിത്തീരും? ദർശനം എല്ലാവരും പ്രചരിക്കുമോ? ഇല്ല. ഞാനിപ്പോൾ ശിവഗിരിമഠത്തിനൊന്ന് ചേർന്നു അറിയാൻ വേണ്ടി എനിക്കെല്ലാം അറിവുണ്ടായി, സ്വസ്ഥമായി ശാന്തമായി മരത്തണ്ണൻ പോയി വിശ്രമിക്കാം എന്ന് കരുതിയാൽ എന്താണ് നിങ്ങളുമായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം നിങ്ങളെല്ലാം ഇവിടെ വന്ന് എന്താണ് നല്ല സംഭാഷണമായിരുന്നു. ഒത്തിരി പേരെന്താണ് ഞാൻ സഭയിൽ വന്ന് സംസാരിച്ചു, ധാരാളം അറിവൊക്കെ നേടി, നമ്മുടെ സ്വന്തമായി നമുക്ക് അറിവുണ്ടായി എന്ന് കരുതി എന്താണ് നമ്മൾ പോയി വിശ്രമിച്ചാൽ ഒന്നും നടക്കില്ല അല്ലേ? നമ്മുടെ ചെറിയ കുട്ടികൾ വീട്ടിലുണ്ട്, അവരിതൊക്കെ അറിയുന്നുണ്ട്. ഇല്ല, അവർ സ്കൂളിലും കോളേജിലൊക്കെ പോയി പഠിക്കുകയാണ്. ഈ ദർശനത്തെക്കുറിച്ചോ ഗുരുവിൻ്റെ മഹത്തായ സങ്കല്പത്തെക്കുറിച്ചോ ഒക്കെ എന്താണ് അവരറിയുന്നുണ്ടോ? ഇല്ല. നമ്മളെ തന്നെ അറിഞ്ഞു വെച്ചു. നമ്മൾ കൂടി എത്ര വർഷം ജീവിക്കും? എത്ര വർഷം ജീവിക്കും? 100 വർഷമുണ്ടോ? ഇല്ലേ? 100 വർഷം ഇല്ല. 50 വർഷം പറയാൻ പറ്റില്ല, എപ്പോൾ പോകുമെന്ന് പറയാൻ പറ്റില്ല അല്ലേ? എന്താണ് ഒന്നും നമുക്ക് നശിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മരിച്ചാലും നമ്മൾ നേടിയ അറിവ് മരിക്കരുത് അല്ലേ? അറിവ് മരിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ജീവിക്കാതിരിക്കണം. അറിവ് മരിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതല്ല, അറിവ് മരിക്കാതിരിക്കണം. നമ്മൾ നേടിയ അറിവ് നമ്മളോടൊപ്പം മണ്ണടിഞ്ഞു പോകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അത് പകർന്നു കൊടുക്കണം അല്ലേ? പുതിയ തലമുറയിലേക്ക്, നമ്മുടെ മക്കളുണ്ടെങ്കിൽ അവരിലേക്ക്, ചെറുമക്കളുണ്ടെങ്കിൽ അവരിലേക്ക് എന്ത് ചെയ്യണം? ഈ അറിവിനെ പകർന്നു കൊടുക്കണം. നമ്മളെ ഇങ്ങനെ സ്വാമി പറഞ്ഞ ആ അറിവ് ഒരു ഏകലോകത്ത് വിഭാവനം ചെയ്യുന്നതാണ്. നിങ്ങൾ ജീവിക്കുമ്പോൾ നമ്മുടെ പ്രാണവായുവായിരിക്കും എന്താണ് ഗുരു പറഞ്ഞ ഈ അറിവായിരിക്കണം എന്നെന്ത് ചെയ്യണം? ചെറുമക്കളെ വിളിച്ച് പറഞ്ഞു കൊടുക്കണം അല്ലേ?
അപ്പോഴെന്താണ്, അല്ലെങ്കിൽ അവരെന്താണ് കാലുമേ കാലം കയറ്റി കാർട്ടൂണും കണ്ട് ആരെയും പേടിയില്ലാതെ, വലിയച്ഛനെയും പേടിയില്ല, വല്യമ്മയും പേടിയില്ല, ഇങ്ങോട്ട് വാ അങ്ങോട്ട് പോ അതെടുക്ക് എന്നൊക്കെ എന്താണ് അവരെല്ലാം ആജ്ഞാപിച്ചു തുടങ്ങും. പക്ഷെ അവരേക്ക് എന്താണ് നമ്മൾ ഈ അറിവിലേക്ക് കൊണ്ടുവരണം അല്ലേ, ഗുരുവിലേക്ക് കൊണ്ടുവരണം അല്ലേ. വണ്ടിക്കൊക്കെ ഒരു ഹെഡ്ലൈറ്റ് കൊടുക്കും അല്ലേ, എന്തിനു വേണ്ടിയാണ് അവർക്ക് വഴി തെറ്റാതിരിക്കാൻ. അത് വണ്ടിക്ക് ഹെഡ്ലൈറ്റ് ഇല്ലാതായി പോയാൽ എന്തായി തീരും, രാത്രിയായാൽ വെളിച്ചം കാണുന്നതിനെ നിങ്ങൾക്ക് പേടിച്ച് തെരിഞ്ഞ് കൊക്കയിലൊക്കെ മറിഞ്ഞു പോകും. അതുപോലെയാണ് നമ്മുടെ പുതിയ തലമുറ അല്ലേ. ബൈക്ക് ഓടിച്ചു പോകുന്ന പോക്ക് കണ്ടിട്ടില്ലേ, എന്താ പോക്കല്ലേ, പേടിച്ചു പോകും. വണ്ടിയിരിക്കുന്ന നമ്മളും പേടിച്ചു. ഒരു ലക്കിൻ്റെ കാരണം ഇത് ഇങ്ങനെ പോവുകയാണ്, ചിലപ്പോൾ അങ്ങ് എത്തത്തില്ല അല്ലെ. അത്രയും ഉള്ളതിൻ്റെ ആയുസ് എന്താണ് ഈ പക്ഷേ ഈ ഈയാമ്പാറ്റയെന്ന് കാണും അല്ലേ. പെട്ടെന്ന് ശീഘ്രമായിട്ട് വന്നിട്ടാണ് വലിയ ആഴിയിലേക്ക് അഗ്നിയിലേക്ക് വന്ന് കരിഞ്ഞത്. അതുപോലെയാണ് വലിയ സ്പീഡാണ്, സ്പീഡ് കണ്ടാൽ തോന്നുന്നതാണ് ഇപ്പോൾ ലോകം മുഴുവൻ ഒഴിച്ചിടക്കും. പക്ഷെ അത്രയേ ഉള്ളൂ അല്ലേ, ആ പോക്ക് മാത്രമേ ഉള്ളൂ, പിന്നെ വരവില്ല. അത്തരത്തിൽ കുതിച്ചുകൊണ്ടിരിക്കുന്നതാണ്, സ്പീഡ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയെ, ഒരു സമൂഹത്തെ നമ്മൾ ഈ അറിവിലേക്ക്, ഈ ശാന്തതയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്ത് വേണം, നമ്മൾ പരിശ്രമിക്കണം അല്ലേ. അല്ലെങ്കിൽ എന്താണ്, നമ്മൾ ഈ അറിവൊക്കെ കേട്ടെന്താണ് വളരെ സ്വസ്ഥമായി ശാന്തമായി നമ്മൾ സമാധിയാക്കുന്നതോടൊപ്പം ഈ അറിവും സമാധിയായി പോകും. പിന്നെ എന്താണ് പുതിയ തലമുറ എന്താണ് അറിവില്ലാത്തവരായി, വെളിച്ചമില്ലാത്തവരായി, ഇരുട്ട് തപ്പുന്നവരായി, ലഹരിക്ക് അടിമപ്പെട്ട്, അന്ധവിശ്വാസത്തിന് അടിമപ്പെട്ടെന്താണ് ജീവിക്കേണ്ടതായി അല്ലേ. അങ്ങനെ വന്നാൽ എന്താണ്, നമ്മൾ നേടിയ അറിവുകൊണ്ട് പ്രയോജനമുണ്ടോ? ഇല്ല. നമ്മൾ നേടിയ അറിവ് നമ്മോട് കൂടി തീരുന്നു. അങ്ങനെ പാടില്ല. കൃത്യമായി ഈ കുട്ടികളെ ഇന്നത്തെ സമൂഹം എന്താണ് വഴി തെറ്റുവാനും ധാരാളം സാധ്യതകളുള്ള അല്ലേ, നേരെ സഞ്ചരിക്കുന്നതിനേക്കാളും നമ്മൾ അറിയാത്ത ഒത്തിരി സാധ്യതകളുണ്ട്. വർക്കല പ്രദേശത്തൊക്കെ നോക്കിയാൽ അവിടുത്തെ ഡിവൈസ് നേരിട്ട് വരുന്നതാണ് ഈ ഏരിയകളിലൊക്കെ ഭാവനാശം, എസ്.എൻ. കോളേജ് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം വന്നെന്താണ് ലഹരിക്ക് അടിമയായിട്ട് വന്നിരിക്കുന്നതൊക്കെ ചെറിയ കുട്ടികളാണ്. പ്ലസ് ടു കഴിഞ്ഞവരും 9ാം ക്ലാസ് കഴിഞ്ഞവരും ഒക്കെ ആയിട്ടുള്ള കുട്ടികൾ എന്താണ് ലഹരികൾ ഉപയോഗിച്ചിട്ട് എന്താണ് യാതൊരു ബോധവുമില്ലാതെ പലയിടത്തും കിടക്കുകയാണ്. ഇവരെയൊക്കെ കൊണ്ടുവന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിരുത്തിയാൽ എന്താണ് കേസൊന്നും എടുക്കാൻ പറ്റില്ല. കേസൊക്കെ എടുത്തതിന് പറ്റും, വിദേശ രാജ്യത്തേക്ക് ചാൻസ് വന്നാൽ ഇതോടെ കിടക്കും. അവരുടെ വിസയൊക്കെ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടെന്നാണ് അവരെയൊക്കെ വിളിച്ചിരുത്തി ഫോൺ നമ്പറൊക്കെ ചോദിച്ച് തപ്പി പിടിച്ച് വീട്ടുകാരെ വിളിച്ച് വരുത്തി സാവധാനം പറഞ്ഞെന്താണ് വിടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് കുറയുന്നില്ല, കൂടിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ്. ഒരു ദിവസം ഒരു 30 കേസെങ്കിലും ഇത്തരത്തിൽ അവർക്ക് പറഞ്ഞു വിടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നാം മനസ്സിലാക്കണം, നമ്മൾ സ്കൂളിൽ നിന്നും എല്ലാ പ്രതീക്ഷയും കൊടുത്ത് ഒത്തിനുറുപ്പുകളും വായിലും ഒക്കെ കൊടുത്തതാണ് വിദ്യാലയങ്ങളിലേക്ക്, സ്കൂളുകളിലേക്ക് വിടുന്ന തലമുറ എന്ത് ചെയ്തു പോകുന്നു? ഒരു ഭാഗവും ഇത്തരത്തിലെന്താണ് തെറ്റായ വഴികളിലൂടെ, തെറ്റായ ദിശകളിലൂടെ അവരെ കവർന്നെടുത്ത് കൊണ്ടുപോകുവാൻ വളരെ ശക്തമായ ഒരു ശക്തി എന്താണ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് നാം മനസ്സിലാക്കിയിട്ടിരിക്കും അല്ലേ. അവർക്ക് എന്താണ് സ്റ്റിക്കറുകളായിട്ടും സ്റ്റാമ്പായിട്ടും പല രീതിയിൽ മണക്കുന്നതും ഉപയോഗിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ലഹരി വസ്തുക്കൾ വിതരണം ചെയ്യുന്നതിന് വലിയൊരു ലോബി എന്താണ് സമൂഹത്തിൻ്റെ മറവിൽ പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൽ നിന്നും ഇവരെ രക്ഷിക്കുവാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പോലീസ് സഹായമാണ് അല്ലേ. പോലീസിനെ വിളിച്ച് കൊണ്ടുപോയിട്ട് ഉപദേശിക്കാനേ പറ്റും. സ്കൂളുണ്ട്, സ്കൂൾ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യാൻ സാധിക്കും? അധ്യാപകർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? വളരെ കുറച്ച് ചെയ്യാൻ സാധിക്കും അല്ലേ. ഒരു അധ്യാപകനൊക്കെ വിചാരിച്ചാൽ ഇത് സമൂഹത്തിലൊരു കുട്ടിയിൽ, ഒരു വിദ്യാർത്ഥിയിൽ വളരെ കാര്യമായി മാറ്റുമെന്ന് എന്താണ് സ്കൂൾ മാനേജ്മെൻറ്റിന് വരുത്താൻ സാധിക്കും. ന്യൂസുകൾ ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.